ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വണ്ടർ ആൻഡ് ഗ്ലാം ബൈ ജൂബി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കഴിഞ്ഞ ആഴ്ച രാജസ്ഥാനിലേക്ക് ഒരു ട്രിപ്പ് പോയായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗ്ഗമാണ് രാജസ്ഥാനിലെത്തിയത്. അപ്പോൾ കണ്ടാല ലോനാവാല സ്ഥലങ്ങളൊക്കെ നമുക്ക് ട്രെയിനിലിരിക്കുമ്പോൾ കാണാൻ കഴിയും. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണിത്. സിറ്റി ഓഫ് ലേക്സ്, വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഉദയ്പൂരിലേക്കാണ് ഞങ്ങൾ ആദ്യം എത്തിയത്. ചുറ്റും ആരവല്ലി പർവ്വതനിരകളും വലുതും ചെറുതുമായ ധാരാളം തടാകങ്ങളൊക്കെ നിറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഉദയ്പൂർ. സിറ്റി പാലസ് കാണാനായിട്ടോ ഞങ്ങൾ ആദ്യം പോയത്. സിറ്റി പാലസിൽ എൻട്രി ഫീ 200 രൂപയാണ് ഇന്ത്യൻ സിറ്റിസന്. അപ്പോൾ സിറ്റി പാലസ് എന്ന് പറയുന്നത് നമുക്ക് രാജസ്ഥാനി മുഗൾ ശൈലിയിൽ പണിത ഒരു വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഭംഗിയാണ് പാലസ് കാണാനായിട്ട്. പാലസിൻ്റെ ഒരു വശത്തു നിന്ന് നമുക്ക് നോക്കിയാൽ ഉദയ്പൂർ സിറ്റിയും മറുവശത്തെ ലേക്ക് പിച്ചോളയാണ്. ലേക്ക് പിച്ചോളയുടെ അരികിലാണ് ഉദയ്പൂർ പാലസ് നിലകൊള്ളുന്നത്. ഇപ്പോഴും രാജകുടുംബാംഗങ്ങൾ ഇതിൻ്റെ ഒരു വശത്ത് താമസിക്കുന്നുണ്ടെന്നാണ് ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ സഹലിയും കെ ബാരി, അതുപോലെ റാണ പ്രതാപിൻ്റെ മ്യൂസിയം ഇതെല്ലാം കണ്ട് ലഞ്ച് ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു. അവിടുന്ന് രാജസ്ഥാനി നൃത്തമൊക്കെ കണ്ട് ആസ്വദിച്ച് ലഞ്ചൊക്കെ കഴിച്ച് ഒരു 4 മണിയായപ്പോഴേക്കും ഞങ്ങൾ ലേക്ക് പിച്ചോളയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഒരു 4 to 6, 7 വരെയുള്ള ടൈമിംഗ് ആണ് കേട്ടോ ബോട്ട് റൈഡിങ്ങിന് ഏറ്റവും നല്ലത് ലേക്ക് പിച്ചോളയിലെ. പലതരം ബോട്ടുകളും നമുക്കവിടെ കാണാൻ കഴിയും. അതായത് പ്രൈവറ്റ് ബോട്ടുകൾ, 2 പേർക്ക് തന്നെ സഞ്ചരിക്കാവുന്നത്, ഗ്രൂപ്പ് ബോട്ടുകൾ. ഞങ്ങളൊരു ഗ്രൂപ്പ് ബോട്ടാണ് ഓപ്റ്റ് ചെയ്തത്. ഇതിലൂടെ ബോട്ട് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ദൂരെ സിറ്റി പാലസ് നിൽക്കുന്നത് കാണാം. അതുപോലെ ഈ ലേക്ക് പിച്ചോളയുടെ നടുക്കാണ് താജ് ഹോട്ടലുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കറക്കിയാണ് ബോട്ട് നമ്മളെ കൊണ്ടുപോയത്. ബോട്ട് റൈഡ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ ലേക്ക് പിച്ചോളയുടെ സൈഡിൽ അങ്ങനെ ഇരുന്ന് ആ സൺസെറ്റ് വ്യൂ ഒക്കെ കണ്ട് ആരവല്ലി പർവ്വതനിരകളും സൺസെറ്റ് വ്യൂയും ഒഴുകി നടക്കുന്ന ബോട്ടുകളും ഒരു വല്ലാത്തൊരു വൈബാണ്, ഒരു പ്രത്യേക വൈബ്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ വയ്യ ആ ഒരു ഫീൽ എന്തായിരുന്നു നമുക്ക് കിട്ടിയെന്ന്. ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങളങ്ങനെ അവിടെ തന്നെ ഇരുന്നു. നാളത്തെ യാത്ര ജോധ്പൂരിലേക്കാണ്. ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.